എന്താണ് സംഭവം എന്ന് പരിശോധിക്കാം. മഹദിയായ സഹല ബിൻത് റളിയല്ലാഹു സഹല ബിൻത് സുഹൈൽ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, സാലിം റളിയല്ലാഹു അൻഹു സാലിം എന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ അതെന്റെ ഭർത്താവാകുന്ന അബൂ ഹുദൈഫയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സാലിം വലിയൊരു മനുഷ്യനാണ്, അബൂ ഹുദൈഫയോടൊപ്പം സദാസമയം ഉണ്ടാകുന്ന ഒരാളാണ്, മഹാനവറുകളുടെ ഭർത്താവിന്റെ മൗലയാണ്, മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ അത് ഭർത്താവിന് അതൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് നബിയെ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നീ അവന് മുല കൊടുക്ക്, സാലിം റളിയല്ലാഹു അൻഹു നീ മുല കൊടുക്ക്. അങ്ങനെ നീ മുല കൊടുത്താൽ നിങ്ങൾക്കിടയിൽ മാതാവും മകനും എന്നുള്ള ഒരു ബന്ധം സ്ഥിരപ്പെടും. അപ്പൊ ആ ബന്ധം സ്ഥിരപ്പെടുന്നതോടുകൂടെ നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മുലയൂട്ടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇതാണ് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പൊ ഈ മഹദി ചോദിക്കുന്നുമുണ്ട്, നബിയെ, അത് വലിയ പുരുഷനല്ലേ, വഹുവ റജുലുൻ കബീർ കൈഫ റുമിയഹു, ഞാൻ എങ്ങനെയാ മുലയൂട്ടുക, വഹുവ റജുലുൻ കബീർ, വലിയൊരു മനുഷ്യനല്ലേ നബിയെ. ഇപ്പൊ തബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് അലിംതു അന്നഹു റജുലുൻ കബീർ, അത് വലിയ മനുഷ്യനാണെന്നൊക്കെ എനിക്കറിയാമെന്ന് ചിരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. വീക്ക് ഭർത്താവിന് പോക്ക് ഭാര്യ.